ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ വ്ളോഗ് എന്ന് പറയുന്നത് ഞങ്ങൾ സൂക്ഷ്മദർശിനി പറഞ്ഞ മൂവി കാണാൻ പോവാണ്. സംഭവം എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും ഈ സമയമാകുമ്പോഴേക്കും. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോഴാണെന്ന് എല്ലാ ഷോസും രാത്രിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ 6:10 ഒരു ഷോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പോവാണ്, ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വ്ളോഗിൽ പ്രത്യേകിച്ച് കണ്ടിരുന്നുണ്ടാവില്ല, ബിക്കോസ് ജസ്റ്റ് സിനിമ കാണാൻ പോകുന്നു, തിരിച്ചു വരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചു മെമ്മറീസ് എല്ലാം അങ്ങ് കിടക്കട്ടെ എന്ന്. അപ്പോൾ അതാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ റെഡിയായി, അവരവിടെ റെഡിയായി കൊണ്ടിരിക്കുകയാണ്. സമയം ആവുന്നു, അപ്പോൾ നമ്മൾ പോകണം. ഞങ്ങൾ ആദ്യമായിട്ടാണ്, അവിടെ അടുത്ത് തന്നെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. അത്രേ ഉള്ളൂ, ബൈ. അപ്പോൾ ഞങ്ങൾ പോവാണ്, ഓട്ടോ കയറി. പ്രത്യേകിച്ചൊന്നുമില്ല, ഓക്കെ, നമുക്ക് എത്തിയിട്ട് കാണാം. ഞങ്ങൾ 5:15 അവിടെ എത്തി. പക്ഷെ 6:10 ഷോ. അപ്പം നല്ല രീതിക്ക് സമയം ഉണ്ടായതുകൊണ്ടും നല്ല വിശപ്പുണ്ടായതുകൊണ്ടും ഞങ്ങൾ അവിടെ ഉള്ളൊരു റോള് കടയിൽ നിന്ന് റോൾ ഓർഡർ ആക്കാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. വിശക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ കുറേ കാലമായിരുന്നു ഇത്രയും നല്ല രസത്തിൽ റോൾ കഴിച്ചിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റോൾസ് എല്ലാം ട്രൈ ആക്കുന്നത്. അങ്ങനെ ഒരു അടിപൊളി റോളെല്ലാം അവിടെ കഴിച്ചിട്ട് അപ്പോഴും ഞങ്ങൾക്ക് സമയം ബാക്കിയുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഈ ഗെയിം സെൻറ്ററിലോട്ട് പോയി. ഗെയിം സെൻറ്റർ എന്നല്ലേ പറയാ, വെറുതെ ഒരാവശ്യമില്ലാണ് ജസ്റ്റ് ആ വഴിക്കെല്ലാം കണ്ട് തിരിഞ്ഞ് എനിക്കിങ്ങനെ കണ്ട് ഇതൊക്കെ ഈ ഡോൾസിനെല്ലാം കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതെല്ലാം കണ്ടിങ്ങനെ നടക്കുവാണ്. അതൊക്കെയാണ് സമയം പോണ്ടേ. അപ്പോൾ മിറർ കണ്ട അപ്പോൾ ഫോട്ടോ എടുക്കണം. അപ്പം ഞങ്ങൾ അതിന് വേണ്ടി വന്നിരിക്കുകയാണ്. സോ യാ, നിങ്ങൾ എന്നെ പോലെയാണോ തിയേറ്റർ വന്നെങ്കിൽ? कस्टम डिपार्टमेंट वाले बन के कॉल कर रहे हैं और कह रहे हैं कि आपके पार्सल से ड्रग्स पकड़ा गया। सब समझते हैं। ഇന്റർവെല്ലായി. ഇവിടെ മറ്റേ സൗണ്ടാണ്, ഞാൻ പറയുന്നത് എന്തായാലും കേൾക്കില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഇന്റർവെൽ ഒരു അടിപൊളിയായിരുന്നു മൂവി. പക്ഷെ 2 ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ ഉറക്കവരിൽ എന്നെ കണ്ടിട്ടുണ്ട്. ഫിലിം കഴിഞ്ഞു, ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ആകെ 3 കന്നഡ വാക്കറിയാം. പരിപാടിയില് അതല്ലാതൊക്കെ അറിയില്ല. ഡ്രൈവർ ചോദിച്ചപ്പോ ഇതിനിപ്പോ കന്നഡമൊക്കെ അറിയാന്ന് നമ്മളിവിടെ പറയാത്തതിന് ഇവിടെ ചൂടാവാം. വേറെ വഴിയില്ലാത്തതാണ്, അല്ലെങ്കിൽ ഓട്ടോ ഒന്ന് ചാടായിരുന്നു. അങ്ങനെ നമ്മള് തിരിച്ചെത്തി. നല്ല ഷെയ്ഡുണ്ട്. പോയ ലുക്കൊന്നും അല്ല ഇപ്പോൾ. സംഭവം ഒരു ഫിലിമിനാണ് പോയെന്നുണ്ടെങ്കിലും വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ 2 ദിവസമായിട്ട് ഉറങ്ങാനൊക്കെ ലേറ്റാണ്. സോ ഫിലിം ഇഷ്ടമായി, പക്ഷെ ഓവർ ഹൈപ്പ് കൊടുക്കാനൊന്നും എനിക്ക് തോന്നിയില്ല. എനിക്ക് പേഴ്സണലി എന്താ പറയുക, ഒരു ഓക്കെ ആയിട്ട് തന്നെയാണ് തോന്നിയത്. അപ്പം നമുക്ക് അവരോട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാം. ഇപ്പം എൻ്റെ അഭിപ്രായം ഉണ്ടല്ലോ. അനീഷ, കമോൺ, കൊള്ളായിരുന്നു ഗൈസ്, എനിക്ക് നല്ല ഇഷ്ടമായി. നല്ലായിരുന്നു. ഓക്കെ, നല്ല ക്ലൈമാക്സ് വന്നിട്ടൊക്കെ നല്ലതാണ്. പിന്നെ ബേസിലിന്റെ ആക്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നെസ്രേനെ എനിക്ക് നല്ലായിരുന്നു. ഞങ്ങള് സെയിം അഭിപ്രായത്തില്. അതെ, ആവറേജ് അങ്ങനെയല്ല, നമ്മളിപ്പോ അത് ലാപ്ടോപ്പിൽ കാണുവാണെങ്കിലും ഫോണിൽ കാണുവാണെങ്കിലും അങ്ങനെയല്ല. അത്രേ ഉള്ളൂ. എക്സാക്ട്ലി. പക്ഷെ ഈ തിയേറ്ററിൽ എല്ലാ പടവും തിയേറ്ററിൽ കാണുമ്പോൾ വേറൊരു ഫീൽ. അത് എത്ര പൊട്ടിയ പടമാണ്. അപ്പൊ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.